പെട്ടെന്ന് തീർന്നാൽ പെട്ടെന്ന് പോകും. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ ഇന്നലെ ഈ ക്വസ്റ്റ്യൻ ആണ് കണ്ടത്. അത് നിങ്ങൾ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. സ്ക്രീൻ കാണുന്നുണ്ടോ? അർജുൻ പ്രകാശ് കാണുന്നില്ല. ഇപ്പോഴോ? കാണാം? ഇല്ല, ഉണ്ട്. ഓക്കെ, അർജുൻ പ്രകാശ്. ഓക്കെ, കാണാമല്ലോ എല്ലാവർക്കും. നമുക്ക് അപ്പൊ ഒന്ന് തുടങ്ങാം. ഞാനിങ്ങനെ വരാനുണ്ടോ? ഓക്കെ, എല്ലാവരും വന്നു. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം. If a helical spring having a stiffness of 90 Newton per centimeter is available, what weight should be hung so that it will be oscillate with a time period of 1 second? 1 second time period ഓസിലേറ്റ് ചെയ്യണമെങ്കിൽ എത്ര വെയിറ്റ് നമ്മൾ ആ സ്പ്രിങ്ങില് ഹങ് ചെയ്യണം, തൂക്കണം? ഓക്കെ, അപ്പോ ഇവിടെ നിങ്ങൾ നോക്കണേ എന്തൊക്കെ തന്നിട്ടുണ്ട്, എന്താണ് കണ്ടുപിടിക്കാനുള്ളത്, ആ ഇക്വേഷൻ എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് നോക്കണം. ഇത് ചെറിയൊരു ക്വസ്റ്റ്യനാ, പക്ഷേ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയ എങ്ങനെ ആ ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് നോക്കണം നിങ്ങൾ. ഇവിടെ വെയിറ്റ് ആണ് തന്നേക്കുന്നത്, അല്ല സോറി, സ്റ്റിഫ്നെസ് ആണ് തന്നേക്കുന്നത്. K = 90 Newton per centimeter. നമ്മൾ മീറ്ററിലാണ് ചെയ്യുന്നത്, അതുകൊണ്ട് സെന്റിമീറ്ററിനെ മീറ്ററിലാക്കണം. അപ്പൊ 90 Newton per centimeter into 10⁻²² ആവും അല്ലെ? 90/10⁻² ആവും. സെന്റിമീറ്ററിനെ മീറ്റർ അല്ല 10⁻⁻² ആവും. അപ്പോ അത് മേളിൽ കൊണ്ടുവരുമ്പോൾ 90 × 10⁻² ആവും അല്ലെ? അപ്പൊ ന്യൂട്ടൺ പെർ മീറ്റർ ആവും. അതായത് 90 Newton per centimeter ആണ്. അപ്പൊ സെന്റിമീറ്ററിനെ നമ്മൾ മീറ്റർ ആക്കണം. അപ്പൊ 10⁻² ഉണ്ട് ബൈ 10⁻² അല്ലെ? 10⁻² മോളി വരുമ്പോ എന്താവും? 10⁻² ആവും. അപ്പൊ 90യെ 9000 എന്ന് എഴുതണം. 9000 Newton per meter മീറ്ററിലാക്കണം. അത് നിങ്ങൾ മറക്കരുത്. ഓക്കെ, ഓക്കെ. കാണാൻ പറ്റുന്നുണ്ടല്ലോ? കേൾക്കുന്നോ ഞാൻ പറയുന്നത്? കാണുന്നില്ല. കാണുന്നില്ല. കാണാം സർ. റേഞ്ച് ഇല്ലാത്തോണ്ടാ കേട്ടോ. അപ്പൊ നോക്കാം. കാണാം. ഇവിടെ പ്രശ്നമില്ല. കാണുന്നുണ്ടല്ലോ. ശ്രുതി കാണുന്നോ? കാണാം സർ. സാന്ദ്ര കാണുന്നോ? ഓ ഇല്ല, അവിടെ സാന്ദ്രക്ക് എന്തോ റേഞ്ച് പ്രശ്നമാണ്. പിന്നെ വന്നേ അനന്തകൃഷ്ണ കാണുന്നോ? അനന്ത കൃഷ്ണ രോഹിത് കാണുന്നുണ്ടോ? ഓക്കെ, ശരി. അപ്പൊ അവിടുത്തെ റേഞ്ചിന്റെ പ്രശ്നമാണ്, കുഴപ്പമില്ല, നമുക്ക് ഞാൻ ലിങ്ക് ഇട്ട് തരാം. ഓക്കെ, അപ്പൊ ഇവിടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഇത് ഈസി ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താണ് നമുക്ക് ഇവിടെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുമ്പോൾ സ്റ്റിഫ്നെസ് തന്നിട്ടുണ്ട്. പിന്നെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? വെയിറ്റ്. വാട്ട് വുഡ് ബി ദ വെയിറ്റ്? അപ്പൊ TP തന്നിട്ടുണ്ട് അല്ലേ? ടൈം പീരീഡ് തന്നിട്ടുണ്ട് അല്ലേ? ടൈം പീരീഡ് തന്നിട്ടുണ്ട്. നമുക്ക് 1 സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. വെയിറ്റ് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ സ്റ്റിഫ്നെസ്സും അത് തമ്മിലുള്ള ഒരു ഇക്വേഷൻ എന്താണെന്ന് നിങ്ങൾ നോക്കണം. F = അല്ലെങ്കിൽ F √K/m അല്ലെ? അങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. F = അല്ല ഒമേഗ √K/m അല്ലെ? ഓക്കെ, ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്. അതിന്റെ അകത്ത് നമുക്ക് എഫ് നോക്കാം അല്ലെ? 2πf, അതായത് TP ആണ്. അതായത് TP തന്നിട്ടുണ്ട്, പിന്നെ നമുക്ക് തന്നിട്ടുള്ള സ്റ്റിഫ്നെസ്സും ആണ്. അപ്പോ നമുക്കറിയാം F = 1/TP അല്ലേ? F = 1/TP. അപ്പൊ 2π/TP = √K/m. അപ്പൊ ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഇങ്ങനെ ഒരു ഇക്വേഷൻ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. 2π/TP = √K/m അല്ലെ?
അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ TP = 1/, അല്ലെങ്കിൽ TP = 2π into അല്ലെ √m/k, അങ്ങനെ ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ 2π = അപ്പൊ ഞാൻ ഇങ്ങനെ അങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. 2πf = 1/TP ആണ്. TP = 2π, TP = √k/m. ആ ഇക്വേഷൻ എന്താണ്? ഈ ഇക്വേഷൻ റിലേറ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം, എന്നാലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തൊക്കെ തന്നിട്ടുണ്ട്? TP തന്നിട്ടുണ്ട്, ടൈം പീരീഡ് തന്നിട്ടുണ്ട്, പിന്നെ തന്നിട്ടുള്ളത് എന്താണ്? K തന്നിട്ടുണ്ട്, കണ്ടോ? അപ്പൊ നമുക്ക് M മാത്രം കണ്ടുപിടിച്ചാൽ മതി. അവിടെ മാസ് മാത്രം കണ്ടുപിടിച്ചാൽ, വാട്ട് വെയിറ്റ് എന്ന് ചോദിച്ചിരുന്നു. M കണ്ടുപിടിച്ചാൽ പിന്നെ വെയിറ്റ് കണ്ടുപിടിക്കാൻ പാടില്ല. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ആ ഇക്വേഷൻ റിലേറ്റ് ചെയ്യണം. ആ റിലേറ്റ് ചെയ്യുന്ന ഇക്വേഷനിലാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ബാക്കിയെല്ലാം മാത്സ് ആണ്, വേറെ ഒന്നും നമുക്ക് പഠിക്കാനില്ല. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. റിലേറ്റ് ചെയ്യണം, ഇക്വേഷന് റിലേറ്റ് ചെയ്യാൻ എന്തൊക്കെ തന്നിട്ടുള്ളത് നോക്കണം. ഓക്കെ, 2π TP √k/m. പിന്നെ ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? M ന്റെ ടേംസ് കിട്ടും. M = 227.97 കിലോഗ്രാം കിട്ടും. W = mg ആണ്. അപ്പൊ നമുക്ക് വെയിറ്റും കിട്ടും. വാട്ട് വെയിറ്റ് ഷുഡ് ബി ഹങ് എന്നാ ചോദിച്ചേക്കുന്നത്. അപ്പൊ വെയിറ്റ് കിട്ടും. ഓക്കെ, 236.41 ന്യൂട്ടൺ കിട്ടി. ഓക്കെ അല്ലേ? അപ്പോ ഇത് ഒന്ന് നോക്കിക്കോണം, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട്. Okay, a body of mass M, mass 50 kilogram, is suspended by two springs of stiffness 4 kilonewton per meter, 6 kilonewton per meter, as shown in figure A, B, and C. The body is pulled 50 mm. The body is pulled 50 mm towards from its equilibrium position and released. അപ്പോ 50 കിലോഗ്രാം എന്ത് ഒരു രണ്ട് സ്പ്രിംഗിൽ സസ്പെൻഡ് ചെയ്ത് വെച്ചേക്കുക. അതാണ്ട് ഇങ്ങനെ. അപ്പൊ 3 ഫിഗർ അവർ തന്നിട്ടുണ്ട്. ഈ 3 ഫിഗർ സംഭവം തന്നിട്ടുണ്ട്. അപ്പൊ 50 കിലോഗ്രാം അവര് ഈ സ്പ്രിംഗിൽ സസ്പെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ ഈ സസ്പെൻഡ് ചെയ്യുമ്പോ, ഓക്കെ, 50 by 2 springs as shown in figure, the body is pulled 50 mm towards from its equilibrium position. അപ്പോ ഈ സസ്പെൻഡ് ചെയ്തപ്പോ 50 mm ഡിസ്പ്ലേസ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ട്. 50 mm ഡിസ്പ്ലേസ് ആയെന്ന് പറഞ്ഞാൽ x ആണല്ലോ തന്നിട്ടുള്ളത്. ആണല്ലോ, കുഴപ്പമില്ല, x തന്നിട്ടുണ്ട് അല്ലെ? ഓക്കെ, അപ്പൊ 50 കിലോഗ്രാം. അപ്പോ ഇതെന്ന് പറയുന്നത് ഒരു സ്പ്രിംഗ് അല്ല, 2 സ്പ്രിംഗ് ഉണ്ട്. അപ്പോ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇക്വലന്റ് സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കണം. അപ്പൊ ഈക്വലന്റ് സ്റ്റിഫ്നെസ്സിൽ ഈ ഫിഗർ നോക്കിയാൽ ഈ രണ്ട് സ്പ്രിങ്ങും ഒരേ രണ്ട് സ്പ്രിങ്ങും കണക്ട് ചെയ്തേക്കുന്നത് ഒരു മാസിലോട്ടാണ് അല്ലെ? ഒരു സ്പ്രിങ് അടുത്ത സ്പ്രിങ്ങിലോട്ട് കണക്ട് ചെയ്ത് അടുത്തത്. അതൊരു സീരീസ് കണക്ഷൻ ആണോ? കാരണം ഈ സ്പ്രിങ് ഈ മാസിലോട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടില്ല, അതുകൊണ്ട് അതൊരു സീരീസ് കണക്ഷൻ ആണ്. ഇവിടെ ആണെങ്കിൽ എന്താ? ബി നോക്കിക്കേ, ഈ സ്പ്രിങ് അങ്ങോട്ട് മാസിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, ഈ സ്പ്രിങ് മാസിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് കണക്ഷൻ ആയത്? ഇറ്റ്സ് എ പാരലൽ. മനസ്സിലായോ? ഇത് സീരീസ്, ഇത് പാരലൽ. ഇത് നോക്കിക്കേ, നിങ്ങൾക്ക് പറയാൻ പറ്റും രണ്ട് സ്പ്രിങ്ങും മാസിലോട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദിസ് ഈസ് ദ പാരലൽ. ദിസ് ഈസ് ഓൾസോ ദ പാരലൽ കണക്ഷൻ. മനസ്സിലായല്ലോ? അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഇതിന്റെ ഇക്വലന്റ് സ്റ്റിഫ്നെസ് കണ്ടുപിടിച്ചാൽ മതി. സീരീസിന് ഇക്വലന്റ് സ്റ്റിഫ്നെസ് എന്ത് കണ്ടുപിടിക്കാം? 1/k = 1/k1 + 1/k2 എന്ന് കിട്ടുമ്പോ നമുക്ക് ഇക്വലന്റ് സ്റ്റിഫ്നെസ് എപ്പോ ഏതിന്റെ ഇക്വലന്റ് സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കാൻ പറ്റും? ഈ സ്റ്റിഫ്നെസ് ഇക്വലന്റ് സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ അല്ലെ? അപ്പൊ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ ഒരു ഇക്വലന്റ് സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കുമ്പോൾ ഈ ഒരു സ്പ്രിങ് എങ്ങനാവും? ഇങ്ങനെ ഒരു സിംഗിൾ സ്പ്രിങ്ങിന്റെ സ്റ്റിഫ്നെസ്, ഇക്വലന്റ് സ്റ്റിഫ്നെസ് ഇങ്ങനെ അങ്ങാവും, KE എന്ന് വരും കേട്ടോ. ഇത് സംഭവം ഫിസിക്കലി ഇങ്ങനെ ആവുമെന്നല്ല, നമ്മള് തിയറിറ്റിക്കലി നമ്മൾ എന്താ ഇങ്ങനെ ഒന്ന് മനസ്സിൽ വിചാരിച്ചു നോക്കാം. ഇത് രണ്ടുപേരുടെ ഇത് K1, ഇത് K2 ആയി, ഇത് K1, ഇത് K2 ആണ്. അതിന്റെ ഇക്വലന്റ് സ്റ്റിഫ്നെസ് നമുക്ക് കിട്ടി, KE എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോ KE കിട്ടിയല്ലോ ആദ്യത്തിന്റെ അകത്ത്. ഇനി എന്താ അവര് പറഞ്ഞേക്കുന്നത്? ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ, മാക്സിമം വെലോസിറ്റി, മാക്സിമം ആക്സിലറേഷൻ. ഞാൻ പറഞ്ഞു SHM-ന്റെ അതേ ഇക്വേഷൻസ് ആണ് മാക്സിമം വെലോസിറ്റിയും മാക്സിമം ആക്സിലറേഷനും ഉള്ളത് കേട്ടോ. ഓക്കെ, ഒമേഗ ഇൻറ്റു എക്സും ഒമേഗ സ്ക്വയർ എക്സ്. ഓക്കെ, യെസ്.
ഓക്കെ. അപ്പൊ ഫ്രീക്വൻസി കണ്ടുപിടിക്കണമെങ്കിൽ റൂട്ട് ഓഫ് കെ ബൈ എം കണ്ടുപിടിക്കണം. കണ്ട ഇക്വലന്റ് സ്റ്റിഫ്നെസ് ആണ് ഇവിടെ ഇടേണ്ടത്. കെക്ക് ഇക്വലന്റ് സ്റ്റിഫ്നെസ് ആണ് ഇടേണ്ടത് കേട്ടോ. K1 plus K2 1 by K is equal to 1 by K1 plus K2 തന്നെ ഇക്വലന്റ് സ്റ്റിഫ്നെസ് ആണ് നമുക്ക് ഇവിടെ ഇടേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അവിടെ എന്ത് കിട്ടി? CPS അല്ലെങ്കിൽ ഹെഡ്സിൽ നമ്മൾ യൂണിറ്റ് എഴുതി ഫ്രീക്വൻസി. ഇനി അതിന്റെ മാക്സിമം വെലോസിറ്റി 6 തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എക്സ് തന്നിട്ടുണ്ട്, 50 തന്നിട്ടുണ്ട്. വി മാക്സ് കണ്ടുപിടിക്കാമല്ലോ. മാക്സിമം ആക്സിലറേഷൻ ഒമേഗ സ്ക്വയർ ആർ എന്നറിയാം. അതിന്റെ ഒമേഗ സ്ക്വയർ എക്സും കണ്ടുപിടിക്കാം. നമുക്ക് ഈ ഒരു എ മാക്സും അവിടെ കിട്ടും, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിൽ കിട്ടും. വി മാക്സ് ആണ് മീറ്റർ പെർ സെക്കൻഡിൽ കിട്ടും. മാക്സിമം ആക്സിലറേഷൻ അതിന്റെ അകത്ത് ഒന്നുമില്ല, അത് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്നുമില്ല. ഇനി ഇവിടെ നോക്കിക്കേ, ഒമേഗയ്ക്ക് പകരം ഒമേഗ തന്നിട്ടില്ല. ഒമേഗ ഈസ് ഈക്വൽ ടു എന്താണ്? 2π f. ഈ 2πf ഇവിടെ ഇട്ട് കൊടുത്തു എന്നുള്ളൊരു സംഭവം മാത്രമേ ഉള്ളൂ. ഓക്കെ, 2πf ഇവിടെ കൊടുത്തു, ഇവിടെയും 2πf കൊടുത്തു, അത്രേ ഉള്ളൂ. അത് കൺഫ്യൂഷൻ ആവാൻ ഒന്നുമില്ല. മാക്സിമം ആക്സിലറേഷൻ. ഇനി കേസ് ബി നോക്കിക്കേ. കേസ് ബിയിൽ എന്താണ് അവർ പറഞ്ഞേക്കുന്നത്? കേസ് ബിയിൽ നോക്കിക്കേ, പാരലൽ കണക്ഷൻ. യെസ്, ഇറ്റ്സ് എ പാരലൽ കണക്ഷൻ. പാരലൽ കണക്ഷൻ. അപ്പൊ എന്താണ് ഇതിന്റെ ഇക്വലന്റ് സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത്? KE is equal to K1 plus K2 അല്ലേ? K2. അപ്പൊ ഇക്വലന്റ് സ്റ്റിഫ്നെസ് കിട്ടി. അപ്പൊ ഇക്വലന്റ് സ്റ്റിഫ്നെസ് കിട്ടിയാൽ ഫ്രീക്വൻസിയിൽ നമുക്ക് റൂട്ട് ഓഫ് കെ ബൈ എമ്മിൽ ഇട്ട് കൊടുക്കാമല്ലോ. യെസ്. അപ്പൊ സ്പ്രിങ്സ് ആർ ഇൻ പാരലൽ അല്ലെ? K1 plus K2 6 plus 4 10 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ കേട്ടോ. സ്റ്റിഫ്നെസിന്റെ യൂണിറ്റ് അതേപോലെ എഴുതണം. യൂണിറ്റ് ഒരിക്കലും തെറ്റിക്കരുത്. യൂണിറ്റ് തെറ്റിയാൽ അവിടെ ആൻസർ തെറ്റിയെന്നാണ്. പക്ഷെ നമ്മൾ അങ്ങനൊന്നും മാർക്ക് കുറയ്ക്കത്തില്ല. പക്ഷെ ഒരിക്കലും നമ്മൾ എഞ്ചിനീയേഴ്സ് ഒരിക്കലും യൂണിറ്റ് തെറ്റരുത്. യൂണിറ്റിലൂടെയാണ് ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് ഒരിക്കലും യൂണിറ്റ് തെറ്റിക്കരുത്. ഇപ്പൊ കിലോ ന്യൂട്ടൺ ആണ്, അതുകൊണ്ട് 10⁻³ ഇട്ടെന്നേ ഉള്ളൂ. ന്യൂട്ടൺ പെർ മീറ്ററിൽ നമ്മൾ എഴുതും. ഓക്കെ. ഫ്രീക്വൻസി ആണ് 1/2π റൂട്ട് ഓഫ് കെ ബൈ എം അല്ലെ? 1/2π റൂട്ട് ഓഫ് കെ ബൈ എം ഫ്രീക്വൻസി. TP ആയിരുന്നെങ്കിലോ? TP is equal to എന്താ ഇക്വേഷൻ? 1/f. അപ്പൊ 2π into root of m by k. യെസ്, അവിടെ നമ്മൾ കഴിഞ്ഞ ഇക്വേഷനിൽ ഇത് അങ്ങനെ ഇടാം. ഞാൻ 2πf ഇട്ടു. 2πf-ന് 1/TP ഇവിടെ ഇട്ടുന്നേ ഉള്ളൂ. 2π TP-യുടെ ഒറിജിനൽ ഇക്വേഷൻ അതാണ്. ഓക്കെ. വി മാക്സും കണ്ടുപിടിക്കാം. ഓക്കെ, വി മാക്സും കണ്ടുപിടിക്കാം, അതിന്റെ എ മാക്സും കണ്ടുപിടിക്കാം. കേസ് സിക്കകത്ത് എന്താ? സ്പ്രിങ്സ് പാരലൽ തന്നെയല്ലേ? യെസ്, സ്പ്രിങ്സ് പാരലൽ തന്നെയാണ് KCക്കകത്ത്. ദാണ്ടെ KCക്കകത്ത് സ്പ്രിങ്സ് പാരലൽ തന്നെ. അപ്പോ അതേ ഇക്വേഷൻ തന്നെ ഇവിടെ ഇട്ട് കൊടുക്കുന്ന സെയിം സാധനം ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ അത് ചെയ്തിട്ടില്ല, നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ സംഭവം സെയിം ആൻസർ തന്നെ കിട്ടും. സ്പ്രിങ്സ് ആർ ഇൻ പാരലൽ, ഹെൻസ് ആൻസേഴ്സ് ആർ സെയിം ആസ് ദാറ്റ് ഓഫ് കേസ് ബി. ഓക്കെ അല്ലേ? അപ്പോ നമ്മള് ഈ കെയും കണ്ടുപിടിക്കാൻ പഠിച്ചു. ഓക്കെ അല്ലേ? ശരി, ഈസിയാണ്, കൺഫ്യൂഷൻ ഒന്നുമില്ല. ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ. ഇതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. സ്പ്രിംഗ് ഓഫ് സ്റ്റിഫ്നെസ് 6 kilonewton per meter is cut into 2 halves and fixed to mass m as shown in figure. If system vibrates with a frequency of 3 Hz അല്ലെങ്കിൽ 3 CPS, determine mass. മാസ് കണ്ടുപിടിക്കാം. ഇനി ഇതിന്റെ അകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എ സ്പ്രിംഗ് ഓഫ് സ്റ്റിഫ്നെസ് 6 kilonewton per meter. അതായത് ഇത് ഈ ഫിഗർ ശ്രദ്ധിക്കേണ്ട, ഈ ഫിഗർ ശ്രദ്ധിക്കുക. ഒരു സ്പ്രിങ്, ഈ സ്പ്രിങ് ഒരു മാസിലോട്ട്, എന്തായാലും സ്പ്രിംഗ് മാസ് സിസ്റ്റം ആണ്, അതുകൊണ്ട് മാസ് ഇവിടെ വേണം. മാസിലോട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചേക്കാം. അപ്പോ ആ സ്പ്രിങ്ങിന്റെ സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ 6 kilonewton per meter ആണ്. ഇനി അവര് പറഞ്ഞേക്കുന്നത് ഈസ് കട്ട് ഇൻടു 2 halves. അപ്പൊ ഈ സ്പ്രിങ്ങിനെ ഞാൻ കട്ട് ചെയ്തു, 2 ഹാഫ് ആക്കി മാറ്റി. അപ്പൊ ഇതിനെ ഞാൻ കട്ട് ചെയ്തേ, ഹാഫ് ആക്കി മാറ്റി കട്ട് ചെയ്തേ. ആൻഡ് ഫിക്സ്ഡ് ടു മാസ് m as shown, ഇവിടെ കാണിച്ചേക്കുന്ന പോലെ. അപ്പൊ അത് ഇപ്പൊ നോക്കണ്ട. അപ്പൊ ഇതിനെ ഞാൻ കട്ട് ചെയ്ത്, ഈ സ്പ്രിങ്ങിനെ ഞാൻ കട്ട് ചെയ്ത് ഈ മാസിലോട്ട് ഞാൻ അറ്റാച്ച് ചെയ്ത് വെച്ചു. ഇങ്ങനല്ലേ അവര് പറഞ്ഞേക്കുന്നത്? അല്ലേ? അതായത് ഈ സ്പ്രിങ്ങിനെ കട്ട് ചെയ്ത് ഈ മാസ് കൊണ്ടുവന്ന് ഞാൻ ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചു, അല്ലേ? മാസ് അറ്റാച്ച് ചെയ്തു.
ഇനി നിങ്ങൾ ആലോചിക്കണം, ഈ 6 kN/m തന്നെ ആയിരിക്കുമോ ഇതിന്റെ സ്റ്റിഫ്നെസ്, ഈ രണ്ടിന്റെ സ്റ്റിഫ്നെസ്? അല്ല, അങ്ങനെ എഴുതരുത്. എപ്പോഴാണോ ഇത് രണ്ടായിട്ടാണ് കട്ട് ചെയ്തതെങ്കിൽ അതിന്റെ സ്റ്റിഫ്നെസ് ഡബിൾ ആവും. ഓരോ സ്പ്രിങ്ങിന്റെയും സ്റ്റിഫ്നെസ് എന്താവും? ഡബിൾ ആവും. മനസ്സിലായോ? രണ്ടായിട്ട് സ്പ്രിങ് കട്ട് ചെയ്താൽ സ്പ്രിങ്ങിന്റെ സ്റ്റിഫ്നെസ് ഓരോ സ്പ്രിങ്ങിന്റെ, അതായത് ഒരു സ്പ്രിങ്ങിനെ ഞാൻ കട്ട് ചെയ്തപ്പോ ആ സ്പ്രിങ്ങിന് 6 kN/m ആണ് അതിന്റെ സ്റ്റിഫ്നെസ് എങ്കിൽ അതിനെ ഞാൻ ഹാഫ് ആയിട്ട് കട്ട് ചെയ്ത് ഒരു മാസിലോട്ട് അറ്റാച്ച് ചെയ്ത് വെക്കുന്നെങ്കിൽ അതിന്റെ സ്റ്റിഫ്നെസ് എന്ന് പറയുന്നത് ഡബിൾ ആവും, 12 ആവും. അതായത് 6 × 2 6 × 2 12 ആവും. അതാണ് ഈ ഫിഗറിൽ പറയുന്നത്. ഫിഗർ തന്നില്ലെങ്കിലും നിങ്ങൾ ഇത് എഴുതണം. ഓക്കെ, 12 തരത്തില്ല, അവരിങ്ങനെ തരത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് ഒരു ക്വസ്റ്റ്യൻ, ചിലപ്പോ ക്വസ്റ്റ്യൻ്റെ അകത്ത് വരാൻ സാധ്യതയുണ്ട്. കാരണം ഇനി നിങ്ങൾ ഇത് മാറ്റി 3 കട്ട് ചെയ്തെന്ന് വെച്ചോ, അപ്പൊ എന്താവും? 6 സ്റ്റിഫ്നെസ് ഉള്ള ഒരു സ്പ്രിങ്ങിനെ 3 കട്ട് ചെയ്ത് ഞാൻ സ്പ്രിങ് മാസിലോട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചാൽ 6 × 3 ആവും, 6 × k ആവും. അതായത് ഓരോ സ്പ്രിങ്ങിനും 18, ഓരോ സ്പ്രിങ്ങിന്റെയും സ്റ്റിഫ്നെസ് എന്തായിരിക്കും? 18 ആയിരിക്കും. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. അതായത് അതിന്റെ തിയറി എന്ന് പറഞ്ഞാൽ k is indirectly proportional to number of coils ആണ്. അതായത് when a spring cut into 2 halves, its number of coils is halved and hence the stiffness gets double ആവും. അതായത് ഈ നമ്പർ ഓഫ് കോയിൽ കൂടുമ്പോ സ്റ്റിഫ്നെസ് കുറയും. നമ്പർ ഓഫ് കോയിൽ കൂടുമ്പോ അല്ലെങ്കിൽ നമ്പർ ഓഫ് കോയിൽ കുറയുമ്പോ എന്താ? സ്റ്റിഫ്നെസ് കൂടും എന്നാണ്. അപ്പൊ കട്ട് ചെയ്യുമ്പോ എന്താ? അവിടെ കോയിൽ എന്താ? കട്ടാവുക. അപ്പോ കോയിൽ കട്ടാകുമ്പോ നമ്പർ ഓഫ് കോയിൽ കുറയുമ്പോ എന്താ? സ്റ്റിഫ്നെസ് ഡബിൾ ആവും. മനസ്സിലായോ? ഹാഫ് ആയിട്ട് കട്ട് ചെയ്താ 2 × 6 ആവും. 3 ആയിട്ട് കട്ട് 3 കട്ട് ചെയ്താ 3 × 6 ആവും കേട്ടോ സ്റ്റിഫ്നെസ് എങ്കിൽ. ഇപ്പൊ വേറെ 5 ആണെങ്കിൽ 3 × 5 ആവും. അത് നിങ്ങൾ ആലോചിച്ചോണം. ഓക്കെ, ഇനി ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. ഇതിന്റെ അകത്ത് നമുക്ക് പഠിക്കാൻ ഇത്രേ ഉള്ളൂ. ബാക്കി ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഒറിജിനൽ സ്റ്റിഫ്നെസ് 6 ആണെങ്കിൽ ന്യൂ സ്റ്റിഫ്നെസ് ഓഫ് ഈച്ച് സ്പ്രിംഗ് എന്താവും? 12 kN/m ആവും. ഇനി ഞാൻ ഇത് കട്ട് ചെയ്ത് വെച്ചത് എങ്ങനെയാ? സീരീസ് കണക്ഷൻ ആണോ പാരലൽ കണക്ഷൻ ആണോ? സീരീസ് കണക്ഷൻ ആണോ പാരലൽ കണക്ഷൻ ആണോ? Parallel connection. Why? These two springs are connected to this mass. Physically രണ്ട് സ്പ്രിങ്ങും കണക്ട് ചെയ്ത് വെച്ചേക്കുവാ മാസിലോട്ട്, രണ്ട് സ്പ്രിങ്ങും. ഇപ്പൊ വേറൊരു കണക്ഷൻ ദാണ്ട ഇങ്ങനെ ഒരു സ്പ്രിങ് ഇങ്ങനെ ആണെങ്കിൽ ഈ സ്പ്രിങ്ങും ഈ സ്പ്രിങ്ങുമായിട്ട് എന്തായിരിക്കും? പാരലൽ ആണോ സീരീസ് ആണോ? സീരീസ്. ഈ സ്പ്രിങ് രണ്ടും എന്തായിരിക്കും? സീരീസ് കണക്ഷൻ ആയിരിക്കും കേട്ടോ. 3 കട്ട് ചെയ്ത് ഇത് രണ്ടും സീരീസ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇക്വലന്റ് കണ്ടുപിടിച്ചിട്ട് ഇതിന്റെ രണ്ടിന്റെ പാരലൽ കണ്ടുപിടിച്ചാൽ മതി. ഈ രണ്ട് സ്പ്രിങ്ങിന്റെ അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ. ഇനി സ്പ്രിങ്സ് ആർ ഇൻ പാരലൽ, അതുകൊണ്ട് സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കാൻ വേണ്ടി K1 + K2 ഇട്ടു. എന്താണ് ഇവിടെ ചോദിച്ചേക്കുന്നത്? ഇഫ് വൈബ്രേറ്റ് വിത്ത് ഫ്രീക്വൻസി 3 ഡിറ്റർമിൻ ഇറ്റ്സ് മാസ്. അപ്പൊ മാസും ഫ്രീക്വൻസിയും തമ്മിലുള്ള ഇക്വേഷൻ എന്താ? കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ 1/2 π √K/m. ഇതാണ് ഇത്. ഫ്രീക്വൻസിയും മാസും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. മനസ്സിലായോ? അപ്പോ ഫ്രീക്വൻസി മാസും കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസ് നമ്മൾ ഇട്ടിട്ട് ഫ്രീക്വൻസി മാസ് കണ്ടുപിടിക്കും. ഓക്കെ, എം ഇട്ടിട്ട് ഫ്രീക്വൻസി മാസ് കണ്ടുപിടിക്കും. ഓക്കെ അല്ലേ? എനി ഡൗട്ട് വരാനൊന്നുമില്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനാ ഇത്. നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഹോംവർക്ക് ചെയ്യണം, ചെയ്ത് നോക്കണം. ഞാനിത് ഇത് പോസ് ചെയ്തിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ എഴുതിയാൽ മതി കേട്ടോ. പോസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ എഴുതിക്കോണേ. ഇപ്പോഴല്ല, ഞാൻ ലിങ്ക് ഇട്ട് തരുമ്പോൾ നിങ്ങൾ അപ്പോൾ പോസ് ചെയ്താൽ മതി. ഓക്കെ, പോസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ആൻസറും ഇതെല്ലാം കൂടെ സൺഡേ നമുക്ക് ചെയ്ത് കാണിക്കണേ. ഓക്കെ, ഇനി ഒരു ക്വസ്റ്റ്യനും കൊണ്ടുണ്ട്, ആ ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഈസി. ഓക്കെ.
ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കണേ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത് മിക്കവാറും എക്സാമിനുള്ളത്. ഓക്കെ. A tray of mass m kilogram is mounted on springs as shown. The period of vibration of empty tray is 0.5 second. After placing 1.5 kilogram on tray, the period was observed to be 0.6 second. Find the mass and stiffness. ഒന്നുമില്ല. A tray of mass m kilogram is mounted on spring as shown. ദാണ്ടെ ഇങ്ങനെ ഒരു സ്പ്രിങ് ആ കണ്ടേക്കുന്നത് കണ്ടോ. അതിന്റെ സ്റ്റിഫ്നെസ് എല്ലാം k സ്റ്റിഫ്നെസ് ആണ്. അപ്പോ പീരീഡ് ഓഫ് വൈബ്രേഷൻ ഓഫ് എം ടി ട്രേ എന്ന് പറഞ്ഞാൽ 0.5 സെക്കൻഡ് ആയിരുന്നു. അതായത് ഒരു മാസ് ഒരു ചെറിയ മാസ് ഉള്ള ഒരു ട്രേ നമ്മൾ ഇതാണ്ട് ഇങ്ങോട്ടൊന്ന് കണക്ട് ചെയ്ത് മൗണ്ട് ചെയ്തപ്പോൾ അതിന്റെ പീരീഡ് ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത് 0.5 സെക്കൻഡ് ആയിരുന്നു. ഓക്കെ, വൈബ്രേഷൻ ഓഫ് എം ടി പീരീഡ് എന്ന് പറയുന്നത്. ഇനി ആഫ്റ്റർ പ്ലേസിങ്, അതായത് ഈ മാസിലോട്ട് ഈ ട്രേയിലോട്ട് നമ്മൾ 1.5 കിലോഗ്രാം ആഡ് ചെയ്തപ്പോൾ 1.5 കിലോഗ്രാം ആഡ് ചെയ്തപ്പോൾ അതിന്റെ പീരീഡ് ഓഫ് ഓസിലേഷൻ ആണ് 0.6 സെക്കൻഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് രണ്ടായിട്ട് എഴുതാം, TP1 TP2 ആയിട്ട് എഴുതാം. അതായത് എം ടി ട്രേയുടെ പീരീഡ് ഓഫ് ഓസിലേഷൻ 0.5 സെക്കൻഡ് എഴുതണേ. യെസ്, ഒരിക്കലും യൂണിറ്റ് വിട്ടു പോകരുത്. TP2ന്റെ പീരീഡ് 1.5 കിലോഗ്രാം ആഡ് ചെയ്തപ്പോൾ ഉള്ള പീരീഡ് ഓഫ് ഓസിലേഷൻ 0.6 സെക്കൻഡും ആണ്. ഓക്കെ അല്ലേ? ഒന്ന് അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ ഒന്ന് ആലോചിച്ചോണം, ഈ 1.5 കിലോഗ്രാം ആഡ് ചെയ്യുമ്പോ ഇവിടുത്തെ സ്റ്റിഫ്നെസ്സിന് പ്രശ്നമൊന്നും വരുന്നില്ല കേട്ടോ. സ്റ്റിഫ്നെസ്സിന് ഒരു മാറ്റവും വരുന്നില്ല. സ്റ്റിഫ്നെസ് മാറ്റരുത്. 1.5 കിലോഗ്രാം ആഡ് ചെയ്യുമ്പോഴും സെയിം സ്റ്റിഫ്നെസ് തന്നെയാണ്. ഇനി നമ്മുടെ മുന്നിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ ഇക്വലന്റ് സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ രണ്ട് സ്പ്രിങ്ങും എന്തായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്? ഈ രണ്ട് സ്പ്രിങ്ങും സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോ ഇതിന്റെ ഇക്വലന്റ് കണ്ടുപിടിക്കണ്ടേ? അപ്പോ ഇതാണ്ടേ, ഇത് 1 ആയിട്ടും ഇത് 2 ആയിട്ടും ഇത് 3 ആയിട്ടും നമുക്ക് ഒന്ന് കൊടുത്താൽ ഈ രണ്ടിന്റെയും ഇത് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് 1/k ഇക്വലന്റ് 1 എന്ന് ഇട്ടു. 1 ഈസ് ഈക്വൽ ടു 1/k പ്ലസ് 1/k എന്നല്ലേ വരുന്നത്. അതായത് ഈ രണ്ട് സ്പ്രിങ്ങിന്റെയും ഇക്വലന്റ് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ അടുത്തതിന്റെ അകത്തോട്ട് പോകാൻ. അപ്പൊ ഈ രണ്ട് സ്പ്രിങ്ങിന്റെ ഇക്വലന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/k. ഈ 1 ഈസ് ഈക്വൽ ടു 1/k പ്ലസ് 1/k. അപ്പൊ എങ്ങനാവും? ഇനി നമ്മൾ ഇത് വരയ്ക്കുമ്പോ എങ്ങനാവും? ആ ഇക്വലന്റ് സ്റ്റിഫ്നെസ് മാറ്റി വരയ്ക്കുമ്പോ എങ്ങനാവും? കണ്ടേ, ഇങ്ങനെ ആവത്തില്ലേ? ഇതിന്റെ രണ്ടിന്റെ നമ്മൾ കണ്ടോ? അപ്പൊ ഇത് KE1 എന്ന് കിട്ടി ഇല്ലേ? ഇനി അടുത്തത് എന്താ? ഇതിന്റെയും കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ ഇനിയുള്ളത് ഈ 2, 3 മനസ്സിലായോ? ഈ 2, 3 അപ്പൊ ഇതിന്റെയും ഇക്വലന്റ് സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കേണ്ട ഈ രണ്ടെണ്ണത്തിന്റെയും, ഇതിന്റെയും ഇക്വലന്റ് സ്റ്റിഫ്നെസ് കണ്ടുപിടിക്കേണ്ട ഈ രണ്ടെണ്ണത്തിന്റെയും. അപ്പോ ഇതെല്ലാം കൂടെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെ നമുക്ക് റീഡ്രോ ചെയ്യാൻ പറ്റും? അതിനെ എങ്ങനെ റീഡ്രോ ചെയ്യാൻ പറ്റും? അതാണ്ട് ഇതിന്റെ ഞാൻ സീരീസ് കണക്ഷൻ ഇക്വലന്റ് 1. ഓക്കെ, ഈ k ഇക്വലന്റ് 1 എന്ന് പറഞ്ഞാൽ 1/k പ്ലസ് 1/k. k ഇക്വലന്റ് 1 എന്ന് പറഞ്ഞാൽ 1k/2 ആയി. അതായത് ഈ ഒരു സംഭവത്തിന്റെ ഈ ഒരു k ഇക്വലന്റ് 1 ഇത് ആയി. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ രണ്ടിനെയും കണ്ടുപിടിക്കണ്ടേ? k ഇക്വലന്റ് 2. അപ്പൊ k ഇക്വലന്റ് 2 എന്ന് പറഞ്ഞാൽ എന്താവും? k ഇക്വലന്റ് 2 എന്താവും? 1/k പ്ലസ് 1/k ആണ് അല്ലേ? ഇതിന്റെ ഇക്വലന്റ് കണ്ടുപിടിക്കുമ്പോൾ 1/k പ്ലസ് 1/k ആണ്. അപ്പൊ അതിന്റെയും കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തെ, ഇത് രണ്ടും കൂടെ സീരീസാ. അപ്പൊ അതിന്റെ k ഇക്വലന്റ് കണ്ടുപിടിക്കണം. 1/k പ്ലസ് 1/k, അതും കണ്ടുപിടിച്ചു. ഇനി ഞാൻ അതിനെ മാസിലോട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചു. ഓക്കെ അല്ലേ? താണ്ടെ ഇങ്ങനല്ലേ നമ്മൾ വരുന്നത്. അതായത് ഇക്വലന്റ് കണ്ടുപിടിച്ച k/2 ആണ് ഇക്വലന്റ്. അപ്പൊ ഇക്വലന്റ് 1, ഇക്വലന്റ് 2, ഇക്വലന്റ് 3യും k/2 കാരണം എല്ലാം k ആണ്. ഇപ്പൊ 2/k അല്ലെങ്കിൽ 1/k പറഞ്ഞാൽ അങ്ങനെ ചെയ്തോണം. ഇതിപ്പം എല്ലാം ഈക്വൽ ആയതുകൊണ്ട് ഞാൻ k ഇക്വലന്റ് 1 ഈസ് ഈക്വൽ k ഇക്വലന്റ് 2 ഈസ് ഈക്വൽ k ഇക്വലന്റ് 3. അപ്പൊ k/2. ഇനി എന്താ? ഇനി ഇത് മൂന്നും കൂടെ നോക്കിയാൽ എന്താണ്? സീരീസ് ആണോ പാരലൽ ആണോ?
സീരീസ് ആണോ പാരലൽ ആണോ? പാരലൽ. പാരലൽ. അപ്പോ ഇതിന്റെ മൂന്നിന്റെയും കൂടെ ഇക്വലന്റ് കണ്ടുപിടിക്കണം. അപ്പൊ ഇക്വലന്റ് കണ്ടുപിടിക്കുമ്പോ k equivalent is equal to k/2 plus k/2 plus k/2. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? മാസ് ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്നു. k equivalent കണ്ടുപിടിച്ചു. ഓക്കെ, k equivalent കണ്ടുപിടിച്ചു. അതെന്ത് കിട്ടി? 1.5k കിട്ടി. ഓക്കെ അല്ലേ? 1.5k കിട്ടി. That is a k equivalent, final k equivalent. അപ്പോ താണ്ടെ k equivalent കണ്ടുപിടിച്ചു. ഇതിന്റെയും കൂടെ എല്ലാത്തിന്റെയും കൂടെ ഈ സ്പ്രിങ്ങിന്റെ എല്ലാത്തിന്റെയും കൂടെ സ്റ്റിഫ്നെസ് ആണ് 1.5k എന്ന് പറയുന്നത്. അതായത് ഈ k യുടെ 1.5 ടൈംസ് ആണ് ഇതിന്റെ സ്റ്റിഫ്നെസ്. ഓക്കെ അല്ലേ? അപ്പോ നിങ്ങൾ അത് മനസ്സിലാക്കണം. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ. ഇങ്ങനെ ചിലപ്പോൾ വന്നിരിക്കും. ഇത് രണ്ട് സീരീസാ, ഇത് രണ്ടും സീരീസാ, ഇത് രണ്ടും സീരീസാ. ഇതിന്റെ ഇക്വലന്റ് കണ്ടുപിടിക്കണം, ഇതിന്റെ ഇക്വലന്റ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇനി അതിന്റെ എല്ലാം കൂടെ പാരലൽ കണക്ഷൻ ആണ്. പാരലലിന്റെ ഇക്വലന്റ് കണ്ടുപിടിക്കണം. അപ്പൊ 1.5k. ഇനി എന്താ ചോദിച്ചേക്കുന്നത്? ഇനി ഈസിയാ. നമ്മൾ ഇക്വലന്റ് കണ്ടുപിടിച്ച പിന്നെ പേടിക്കേണ്ട കാര്യമില്ല. After placing, okay, the period was of find mass and stiffness. അപ്പോ ഇവിടെ രണ്ട് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് രണ്ട് ഇക്വേഷൻ ഫോം ചെയ്യാനുള്ള സംഭവം അവർ തന്നേക്കുന്നത്. അതായത് TP1 TP2. അപ്പൊ ഈ രണ്ട് TP1 TP2 ഇക്വേഷൻ അങ്ങ് എടുത്തിടാം നമുക്ക്. TP1 = ഈ ഇക്വേഷൻ, TP2 = ഈ ഇക്വേഷൻ അല്ലെ? എന്നിട്ട് അത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മാസ് കിട്ടും. കാരണം എന്താ? ആദ്യം m ആയിരുന്നു, പിന്നെ m + 1.5 ആ. m + 1.5. അപ്പൊ നമുക്ക് മാസ് അതിന്റെ അകത്തുനിന്ന് ഫോം ചെയ്തെടുക്കാൻ പറ്റും അല്ലെ? എടുക്കാൻ പറ്റും. ഓക്കെ. ഇനി അപ്പോ ദാണ്ടെ TP1ന്റെ ഇക്വേഷൻ എന്താ? 2π × √m1/ke അല്ലെങ്കിൽ m/ke. അപ്പോ അത് ഞാൻ TP1 ഇതാണ്, 2π ആണ്, m1 ആണ്. m1 എന്ന് പറഞ്ഞാൽ m ആണ്. ഓക്കെ, m1 എന്ന് പറഞ്ഞാൽ എന്താ? m മാസ്. ഓക്കെ, m/1.5k. അതൊരു ഇക്വേഷൻ. ഇനി TP2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മാസ് ma + m2 എന്ന് പറഞ്ഞാൽ m + 1.5 കൂടെ ആഡ് ചെയ്തതാണല്ലേ m + 1.5. ഇത് m ഉം ഇത് m + 1.5. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് രണ്ടും കൂടെ ഈ ഇക്വേഷൻ 1 ഉം ഈ ഇക്വേഷൻ 2 ഉം കൂടെ സ്ക്വയർ ചെയ്ത് ഡിവൈഡ് ചെയ്ത്. സ്ക്വയർ ചെയ്യുന്നത് എന്തിനാ? ഈ റൂട്ട് കളയാനാ കേട്ടോ. റൂട്ട് കളയാനാണ് സ്ക്വയർ ചെയ്യുന്നത്. ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ m കിട്ടുമോ? ആദ്യം m ആയിരുന്നു, പിന്നെ m + 1.5 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഡിവൈഡ് ചെയ്താൽ m = 3.541 കിലോഗ്രാം കിട്ടും. ഓക്കെ അല്ലേ? അപ്പോ അതിന്റെ അകത്തുനിന്ന് k equivalent കണ്ടുപിടിക്കണമെങ്കിൽ ആ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. k = ഒമേഗ എന്താണ്? ഇക്വേഷൻ 2.5. അത് ഈ ഇക്വേഷനിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. k equivalent ഏതെങ്കിലും ഒരു ഇക്വേഷനിലോട്ട് താണ്ടെ 0.5² താണ്ടെ ഈ ഇക്വേഷനിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? k കിട്ടും. ഓക്കെ, m കണ്ടുപിടിച്ചില്ലേ? അപ്പൊ k നമുക്ക് ഈ ഇക്വേഷനിൽ നിന്ന് കിട്ടും. അപ്പൊ k യും കിട്ടി. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? സ്റ്റിഫ്നെസ് കിട്ടി, മാസും കിട്ടി. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ 5th മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എത്രയൊക്കെ മതി? ആ ഒരു സംഭവം മാത്രം നോക്കിയാൽ മതി. എന്താ പറയാ, ബേസ് കാര്യങ്ങൾ പഠിക്കുക. അതിനുള്ള ഇക്വേഷൻ ഇത്രയും നമ്മുടെ ടെക്സ്റ്റിൽ ഇതൊന്നും തന്നിട്ടില്ല. ഇത്രയും പ്രോബ്ലംസ് ഒന്നും വൈബ്രേഷന്റെ ഇല്ല. അപ്പൊ ഇൻസ്റ്റന്റേനിയസ് സെന്ററിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ കാണും. ക്രാങ്ക് ആൻഡ് പുള്ളിന്ന് ഒരു ഇക്വേഷൻ എന്തായാലും കാണും കേട്ടോ. ഇൻസ്റ്റന്റേനിയസ് സെന്ററിൽ നിന്ന് ഒരു ഇക്വേഷൻ ക്വസ്റ്റ്യൻ കാണും. പിന്നെ സ്പ്രിംഗ് ഓഫ് വൈബ്രേഷൻ എല്ലാം നോക്കിയാൽ കുഴപ്പമില്ല. ഓക്കെ.